ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവസ്നേഹത്താൽ ആകർഷിക്കപ്പെട്ട് കൂടി വന്നിരിക്കുന്ന ദൈവമക്കൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കർത്താവായ യേശുക്രിസ്തു യെരൂശലേം ദേവാലയത്തിൽ യഹൂദന്മാരുടെ കൂടാരപ്പെരുന്നാളിൻ്റെ അവസാന ദിവസമായ 8-ാം ദിവസം ദൈവാലയത്തിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തു ഇപ്രകാരം വിളിച്ചു പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37 മുതലുള്ള വാക്യങ്ങൾ. ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറഞ്ഞു. അവനിത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെക്കുറിച്ചാകുന്നു പറഞ്ഞത്. ജീവനില്ലാത്ത നിർജീവമായ യഹൂദന്മാരുടെ പെരുന്നാൾ കണ്ട് വേദനയോടെ കർത്താവായ യേശു ക്രിസ്തു ഉറക്കെ വിളിച്ചു പറയുകയാണ്. തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിനോട് വിളിച്ചു പറയുകയാണ്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്ത് ദാഹമാണ്? ആത്മാവിന് വേണ്ടിയുള്ള ദാഹം. ഒരു വ്യക്തിയിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആ ആത്മാവിന് വേണ്ടിയുള്ളതായ ദാഹം. പ്രിയപ്പെട്ടവരെ, അനേകർക്ക് ആ ദാഹം അറിഞ്ഞുകൂടാ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന് അറിയാം. ആ ദാഹമാണ് കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞ 6-ാമത്തെ തിരുവഴി, എനിക്ക് ദാഹിക്കുന്നു. ആ ദാഹം എന്താണെന്ന് അനേകർക്ക് അറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലനായ പൗലോസ് പറയും, ഞാൻ ധരിച്ചിരിക്കുന്ന ഈ ചങ്ങല ഒഴികെ ബാക്കി എല്ലാം എനിക്കുള്ളതുപോലെ നിങ്ങൾക്കും കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. എല്ലാവരും ആത്മാവിൽ നിറയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു, ദൈവമക്കൾ ആഗ്രഹിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നു. ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഈ അവസാന തലമുറയിൽ ഈ വചനം കേൾക്കുന്ന ദൈവജനമേ, നിങ്ങളിൽ ആർക്കെല്ലാം ആ ആഗ്രഹമുണ്ട്? ഇന്ന് ആത്മാവിനെ പ്രാപിച്ചിരുന്നെങ്കിൽ, ആ ആത്മ നിറവൊന്ന് ലഭിച്ചിരുന്നെങ്കിൽ, ദൈവം പ്രസാദിക്കുന്ന, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന ഒരു വിശുദ്ധ ജീവിതം നയിക്കാമായിരുന്നു എന്ന് ആർക്കെല്ലാം ആഗ്രഹമുണ്ട്? അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ ലോകത്തിൽ മറ്റാരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ആത്മാവിനെ തരുവാൻ അധികാരമുള്ളവൻ, ആത്മാവിനെ കൊടുക്കുവാൻ പിതാവാരെയും അധികാരപ്പെടുത്തിയവൻ, അവരാണ് പറയുന്നത്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ആരെല്ലാം ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് അടുത്തു വരും? മറ്റാരുടെ അടുക്കിലേക്കുമല്ല, നിങ്ങളോട് വചനം പറയുന്നവരുടെ അടുക്കിലേക്കുമല്ല, ഏതെങ്കിലും കൂട്ടായ്മയിലേക്കുമല്ല, അദൃശ്യനായ നിങ്ങളുടെ അരികിൽ നിൽക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അരികിലേക്ക് നിങ്ങൾ ആരെല്ലാം ചെല്ലും? അവർക്കെല്ലാം ആത്മാവിനെ കിട്ടും. ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ നിന്ന് കുടിക്കട്ടെ. വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. ദാഹിക്കുന്നവന് കുടിക്കാൻ കിട്ടും. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ അവനൊരു ജീവനീരുറവയായി തലമുറയിൽ തീരും. ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. അവൻ അനേകരെ കുടിപ്പിക്കുന്നവനായി മാറും. പ്രിയപ്പെട്ടവരെ, നാം കുടിച്ചാൽ മാത്രം പോരാ, നാം അനേകരെ കുടിപ്പിക്കണം. കർത്താവിൻ്റെ 2-ാമത്തെ വരവിന് വേണ്ടി നമുക്കൊരുക്കണം, അനേകരെ ഒരുക്കണം. ആത്മാക്കളെ നേടുന്നതാണ് വേല, വേലക്കാർക്കുള്ളതാണ് കൂലി. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾ ആത്മാക്കളെ നേടിയിട്ടുണ്ടോ? നിങ്ങളുടെ ആത്മാവ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് സന്തോഷം അനുഭവിക്കുന്നുണ്ടോ? അങ്ങനെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇറങ്ങും, ആത്മാക്കളെ നേടുവാനായിട്ട് ഇറങ്ങും. അതാരും പറഞ്ഞു തന്നില്ലെങ്കിലും ഇറങ്ങും. അത് ആത്മാവിൻ്റെ പ്രവൃത്തിയാണ്. വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. അത് ദൈവീക വാഗ്ദത്തമാണ്. തിരുവെഴുത്ത് ദൈവം അരുളി ചെയ്തിരിക്കുന്നതാണ്. വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ആർക്ക്? ഈ ജീവജലം ലഭിക്കാത്ത അനേകർക്ക്, ദാഹിക്കുന്നവർക്ക് കൊടുക്കുവാൻ ഒരു നീരുറവയായി നിന്നെ നിർത്താമെന്ന് ഈ തലമുറയിൽ നിന്നാണ് കർത്താവ് പറയുന്നത്. വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകുമെന്ന് യേശു വിളിച്ചു പറഞ്ഞു. അവനിത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. പ്രാരംഭമായി എനിക്ക് നിങ്ങളെ ഓർപ്പിക്കാനുള്ളത്, ഇതാർക്ക് ലഭിക്കും? എനിക്കതിനുള്ള യോഗ്യതയില്ല, എനിക്കതിനുള്ള പാരമ്പര്യമില്ല, എനിക്കതിന് തക്കതായ ആത്മീകമായ യാതൊരു കഴിവുകളും എനിക്കില്ല, എനിക്ക് ധനമില്ല, വിദ്യാഭ്യാസമില്ല, പ്രൗഢിയില്ല, പ്രതാപമില്ല, ഉദ്യോഗമില്ല.
സ്ഥാനവും മാനവുമില്ല, സമൂഹത്തിൽ ആരും എന്നെ മാനിക്കുന്നുമില്ല. ഇതൊന്നും വിഷയമല്ല. വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്ന പോലെ ജീവിതത്തിന് നദികൾ ഒഴുകും. ഇര തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. ഇന്ന് നിങ്ങൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് വിശ്വസിക്കാമോ? ഇത് ജീവദായകമായ ശബ്ദമാണ്, ദൈവത്തിൻ്റെ ശബ്ദമാണ്, ജീവിപ്പിക്കുന്ന ശബ്ദമാണ്, ആത്മാവിനെ പകരുന്ന ദൈവത്തിൻ്റെ ശബ്ദമാണ്. നിങ്ങൾക്കൊന്ന് വിശ്വസിക്കാമോ പ്രിയപ്പെട്ടവർ? വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ വചനം കേട്ടാൽ നിങ്ങൾക്ക് ഈ ആത്മാവിനെ പകർന്നു കിട്ടും. വളരെ വ്യക്തമാണ്. നമുക്കൊരു വാക്യം വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായം 3-ാം വാക്യത്തിൽ, ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. നിന്റെ സന്തതി മേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിൻ്റെ മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. ദൈവത്തിൽ നിന്ന് ഇസ്രായേൽ ജനം അകന്നുപോയ കാലമാണ് യെശയ്യാവ്, യിരെമ്യാവ്, യഹസ്കേൽ എന്നീ പ്രവാചകന്മാരുടെ കാലം. അന്ന് ദൈവം എഴുന്നേൽപ്പിച്ച പ്രവാചകന്മാരിലൂടെ ദൈവം തൻ്റെ സ്വന്തം ജനത്തിന് വാഗ്ദത്തങ്ങൾ കൊടുത്തു, ശക്തിയേറിയ വചനം കൊടുത്തു. അതിലൊരു വചനമാണ് ഇപ്പോൾ വായിച്ച് കേട്ടത്. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. ഇന്ന് നിങ്ങൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ശാന്തമായി ചിന്തിക്കുക, ഞാൻ ദാഹിച്ചിരിക്കുന്ന വ്യക്തിയാണോ? ഞാൻ ആത്മാവിന് വേണ്ടി ദാഹിച്ചിരിക്കുന്ന വ്യക്തിയാണോ? നിനക്ക് ആത്മാവിന് വേണ്ടി ഒരു ദാഹമില്ലേ? ഇപ്പോൾ നീ ദാഹിച്ചുകൊള്ളുക. ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. നീ പിന്നോട്ട് പോകണ്ട, നീ നിരാശപ്പെടണ്ട, നീ തകർന്നിരിക്കണ്ട, നീ തളർന്നിരിക്കണ്ട, നീ തലകൊമ്പിട്ടിരിക്കണ്ട. ഇപ്പോൾ പ്രത്യാശയോടെ തല ഉയർത്തേണ്ട സമയമാണ്. ദൈവം നിനക്ക് തരാമെന്നാണ് പറഞ്ഞത്. ദാഹിച്ചിരിക്കുന്നിടത്ത് വെള്ളം തരും, വരണ്ട നിലത്ത് നീരൊഴുക്കുകളെ പകരും. പ്രിയപ്പെട്ടവരെ, ആ വചനം നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട്, അന്ന് ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്ത വാഗ്ദത്തം അവർക്ക് മാത്രമല്ല, പുതിയ നിയമ ഇസ്രായേലാകുന്ന എനിക്ക് നിങ്ങൾക്കുമുള്ള വാഗ്ദത്തമാണ്. അത് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തെ തുറന്ന്, നിങ്ങളുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കിക്കൊണ്ട് നിങ്ങൾ കർത്താവിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. കർത്താവ് പറഞ്ഞു, നിന്റെ സന്തതി മേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിൻ്റെ മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും. തലമുറകളിലേക്ക് എൻ്റെ ആത്മാവിനെ പകരും. എൻ്റെ അനുഗ്രഹം നിൻ്റെ ഭവനത്തിൽ ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, അത് വേണ്ടേ? സ്തോത്രം. കുടുംബമായി ആനന്ദിക്കണ്ടേ? കുടുംബമായി സന്തോഷിക്കണ്ടേ? ആത്മാവിൻ്റെ ആരാധന ഭവനങ്ങളിൽ നിന്ന് മുഴങ്ങണ്ടേ? സമാധാനത്തിൻ്റെ ആത്മാവ്, സന്തോഷത്തിൻ്റെ ആത്മാവ്, നന്ദിയുടെ ആത്മാവ്, ജയത്തിൻ്റെ ആത്മാവ്, ശക്തിയുടെ ആത്മാവ് അതിൻ്റെ കുടുംബത്തിൽ വ്യാപരിക്കണ്ടേ? കുടുംബമടച്ചുള്ളതായ ആ സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് വേണ്ടേ? നിന്റെ സന്തതി മേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന് മേൽ എൻ്റെ അനുഗ്രഹങ്ങളെയും പകരും. ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. പ്രിയപ്പെട്ടവരെ, ഈ എളിയദാസൻ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുടെ മേൽ കൈവച്ചുകൊണ്ട്, ഈ നിൻ്റെ വാഗ്ദത്തമാകയാൽ ഇതെനിക്ക് തന്നേ മതിയാവൂ എന്ന് പറഞ്ഞ് ഞാൻ മുട്ടുമേലിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ എന്തൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അതെല്ലാം ഞാൻ പ്രാപിച്ചിട്ടുണ്ട്. കർത്താവെല്ലാം എനിക്ക് തന്നിട്ടുണ്ട്. ദൈവം സ്നേഹം മാത്രമാണ്, ദൈവം മനസ്സലിവാണ്, ദൈവം കരുണയാണ്, തൻ്റെ സൃഷ്ടിയോട് കരുണ കാണിക്കുന്നവനാണ്. ദൈവം പാപത്തെ വെറുക്കുന്നു, പക്ഷേ പാപിയെ സ്നേഹിക്കുന്നു. ഇനി നിങ്ങൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പാപികളായി ആരെല്ലാം ഇരിക്കുന്നുണ്ട്, അവരെ സ്നേഹിക്കുന്നവനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും, നിന്റെ സന്തതികളെ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ സകല അനുഗ്രഹങ്ങൾ നിന്റെ മേൽ പകരും. ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം 18-19 വാക്യങ്ങളിൽ ദൈവം കണ്ട ഇസ്രായേലിൻ്റെ ന്യായാധിപതിയായി കണ്ട ശിംശോൻ ഒരു സമയം വന്നപ്പോൾ തളർന്നുപോയി. നമുക്ക് വായിച്ചു കേൾക്കാം 18-19 വാക്യങ്ങൾ. പിന്നെ അവൻ വളരെ ദാഹിച്ചിട്ട് യഹോവയോട് നിലവിളിച്ചു, അടിയൻ്റെ കയ്യാൽ ഈ മഹാജയം നീ നൽകിയല്ലോ. ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അഗ്രർമ്മികളുടെ കയ്യിൽ വീഴണമോ എന്ന് പറഞ്ഞു. സ്തോത്രം. പ്രിയപ്പെട്ടവര്, നാസീർ വ്രതമുള്ളവനായ ശിംശോൻ, ദൈവം കണ്ട ദൈവബദലായ ശിംശോൻ, ഇസ്രായേൽ ജനത്തെ നടത്തുവാൻ, ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കുവാൻ ദൈവം കണ്ട ദൈവബദലായ ശിംശോൻ. സ്തോത്രം. ആ ശിംശോൻ ഫെലിസ്ത്യരോട് പോരാടുകയാണ്. ഒരു സമയം വന്നപ്പോൾ ഒരു കഴുതയുടെ താടിയെല്ലുകൊണ്ട് 1000 ഫെലിസ്ത്യരെ കൊന്നു. ആൾ ക്ഷീണിച്ചു. വലിയ ശുശ്രൂഷയാണ് നടത്തിയത്. ആൾ ക്ഷീണിച്ചു. 1000 പേരെ കൊന്നു കഴിഞ്ഞപ്പോൾ ആ താടിയിൽ കയ്യിൽ നിറഞ്ഞു കളഞ്ഞു. ദാഹിച്ചു, വരണ്ടു, തളർന്നായിരുന്നു. ശിംശോൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നാം കേട്ടത്.
അവിടെ തളർന്നിരിക്കാൻ ഒക്കുകയില്ല. ശത്രു മുൻപിലുണ്ട്, ഫെലിസ്ത്യ സൈന്യമുണ്ട്. അവർ വന്നതിനെ തകർത്ത് കളയുമെന്ന് ശിംശോൻ അറിയാം. ശിംശോൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. നമുക്ക് ആ പ്രാർത്ഥന വീണ്ടും കേൾക്കാം. അപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി, അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. അവൻ കുടിച്ചു, ചൈതന്യം പ്രാപിച്ചു, വീണ്ടും ജീവിച്ചു. സ്തോത്രം. ശിംശോൻ പ്രാർത്ഥിച്ചു, എന്തുണ്ടായി? അപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി. പ്രിയപ്പെട്ടവരെ, പ്രവർത്തിക്കുന്നവനായ ദൈവം മരുഭൂമി പോലെ വരണ്ട അനുഭവത്തിൽ ജീവിക്കുന്ന ആരെല്ലാം ഇന്നുണ്ട്? ജയജീവിതമില്ലാതെ വലയുന്ന എത്രയോ പേരുണ്ട്. ഉണ്ട് പ്രിയപ്പെട്ടവർ. വ്യക്തമായി എനിക്കറിയാം, അനേകർ മക്കളെ ഓർത്ത് കരയുന്നു, അനേകർ മരുമക്കളെ ഓർത്ത് കരയുന്നു, അനേക കുടുംബങ്ങളിൽ സമാധാനമില്ലാതെ അലയുന്നു, വലയുന്നു, മരുഭൂമിയുടെ അനുഭവത്തിൽ അനേകർ ജീവിക്കുന്നു. സ്നേഹത്തിൻ്റെ ഒരു തുള്ളി കിട്ടാനില്ല. എന്നാൽ നിനക്ക് ഇപ്പോഴൊന്ന് പ്രാർത്ഥിക്കാമോ? ദൈവത്തിന് ഹൃദയമൊന്ന് പകരാമോ? കർത്താവേ, ഞാനിവിടെ തളർന്ന് വീഴരുത്, ശത്രുവിൻ്റെ വെട്ടേറ്റ് ഞാൻ നഷ്ടപ്പെട്ടു പോകാൻ ഇടവരരുത്. നീ പ്രാർത്ഥിക്കുമെങ്കിൽ നാം വായിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ സ്തോത്രം, നീ പ്രാർത്ഥിക്കുന്നതായ അതേ സമയത്ത് തന്നെ ദൈവം ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി, അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. അവൻ കുടിച്ചു, ചൈതന്യം പ്രാപിച്ചു, വീണ്ടും ജീവിച്ചു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിത്യനായ ദൈവം, സ്നേഹവാനായ ദൈവം, അത്ഭുതവാനായ ദൈവം, അവന് നിന്നെ നടത്തുവാൻ മതിയായ ദൈവമാണ്. നമ്മുടെ സൃഷ്ടാവല്ലേ അവൻ? നാം എല്ലാം അവൻ്റെ സൃഷ്ടിയല്ലേ? നമ്മുടെ ആവശ്യങ്ങളെല്ലാം അവൻ അറിയുന്നുണ്ട്. പക്ഷെ നാം അറിയണം. സൃഷ്ടാവിൻ്റെ മുൻപിൽ വന്ന് എൻ്റെ ആവശ്യങ്ങൾ ഞാൻ ദൈവത്തോട് പറയണം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം നീതിയുള്ളവനായ വരികയാണ്. നിങ്ങൾ മറക്കരുത്. ദൈവം മനസ്സലിവാണ്, ദൈവം കരുണയാണ്, ദൈവം ആർദ്രതയാണ്, പുരുഷാരത്തെ കണ്ട് മനസ്സലിയുന്നവനാണ്, സൗഖ്യം കൊടുക്കുന്നവനാണ്, ഭക്ഷണം കൊടുക്കുന്നവനാണ്, അവിടെ ആത്മാക്കൾക്ക് ആവശ്യമായ ജീവൻ്റെ വചനം കൊടുക്കുന്നവനുമാണ്. എല്ലാം നാം പരസ്യ ശുശ്രൂഷയിൽ കാണുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം നാം ഓർക്കണം, ആ ദൈവം നീതിയുള്ള ന്യായാധിപതിയാണ്. അവന് നീതി വിട്ടൊന്നും ചെയ്യാൻ സാധ്യമല്ല. സ്തോത്രം. മനുഷ്യൻ ആവശ്യപ്പെടാതെ ദൈവം അവന് കൊടുത്താൽ, ഒരു ഭീകരനായ പിശാചുണ്ട്, അവകാശം പറഞ്ഞുകൊണ്ട് വരാനൊരു പിശാചുണ്ട്. അവൻ ഇയ്യോബിന് വേണ്ടി പോലും വാദിച്ചവനാണ്. ഇയ്യോബ് നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകലുന്നവനുമായ നീതിമാനായ ഇയ്യോബിൻ്റെ മേൽ അവകാശം പറഞ്ഞുകൊണ്ട് ഈ സാത്താൻ ചെന്നു. സ്തോത്രം. സാത്താൻ അവകാശം പറഞ്ഞു ചെന്നാൽ നീതിമാനായ ദൈവത്തിന് അവനെ പരീക്ഷിക്കാൻ കൊടുത്തേ പറ്റൂ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ സത്യം നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങൾക്കിപ്പോൾ എന്താണ് വേണ്ടത്? നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് ദൈവത്തോട് പറയാം. സൃഷ്ടാവായ ദൈവം, സൃഷ്ടിയായ മനുഷ്യൻ ചോദിക്കുന്നതെല്ലാം തരും. സ്തോത്രം. ന്യായമായതെല്ലാം തരും. നിങ്ങൾ ചോദിക്കുന്നത് എന്താണ്? ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആത്മാവിനെയാണ് ചോദിക്കുന്നത്. തരാതിരിക്കുമോ? ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും, പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ദൈവം തരാതെ ഇരിക്കുമോ? തരും പ്രിയപ്പെട്ടവർ. അത് ദൈവം പ്രസാദിക്കുന്നതായ ചോദ്യമാണ്. അത് ദൈവം പ്രസാദിക്കുന്നതായ അപേക്ഷയാണ്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അപേക്ഷിക്കാം. അപ്പോൾ അവൻ ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി. ആ വെള്ളം കുടിച്ച് ശിംശോൻ ചൈതന്യം പ്രാപിച്ചു. ആ ദൈവം ഇന്ന് ജീവിക്കുന്നു. ആ ദൈവം ഇന്ന് നിങ്ങളെ ഓരോരുത്തരെയും വിളിക്കുന്നു. നമുക്ക് വീണ്ടും വായിക്കാം മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. രോഗികളെ സൗഖ്യമാക്കുവീൻ, മരിച്ചവരെ ഉയർപ്പിപ്പീൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവീൻ, ഭൂതങ്ങളെ പുറത്താക്കുവീൻ. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പീൻ. സ്തോത്രം. പ്രിയപ്പെട്ടവര്, ദൈവം സൗജന്യമായി തരും. വേറൊന്നും നീ കൊടുക്കണ്ട. നിന്റെ സമ്പത്ത് നീ കൊടുക്കണ്ട, നിന്റെ ആരോഗ്യം നീ കൊടുക്കണ്ട, നിനക്കുള്ള ഒന്നും വേണ്ട. നിനക്കുള്ളത് എന്തെങ്കിലും മേടിക്കാൻ ദൈവം ദരിദ്രനാണോ? ദൈവം സമ്പന്നന്മാരിൽ സമ്പന്നനല്ലേ? ഇതിനേക്കാൾ വലിയ സമ്പന്നനായ ഒരു ദൈവമുണ്ടോ? സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആത്മനിറവ് പ്രാപിക്കുമ്പോൾ ഈ ലോകത്തിലെ സമ്പത്തിന് വിഷയമേ അല്ലാതെ പോകും മനുഷ്യന്. എങ്കിൽ മനുഷ്യൻ്റെ സൃഷ്ടാവായ ദൈവമോ അവൻ എത്രയോ സമ്പന്നനാണ്. അവൻ സൗജന്യമായി തരുന്നു. എന്താണ് തരുന്നത്? ആത്മാവിനെ തരുന്നു. സ്തോത്രം. ഇനി ആത്മാവിനെ എനിക്ക് കിട്ടിയില്ല നിങ്ങളാരും പറഞ്ഞേക്കരുത്. ദൈവത്തിന് മുഖപക്ഷമുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞേക്കരുത്. സൗജന്യമായി അവൻ ആത്മാവിനെ പകരുന്നവനാണ്.
അത് സൗജന്യമായി കൊടുക്കേണ്ടതാണ്. അതാണ് ഇവിടെ വായിച്ചു കേട്ടത്. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പീൻ. തൻ്റെ 12 അപ്പോസ്തലന്മാരെ ജനത്തെ ഉപദേശിക്കുവാനായിട്ട് പറഞ്ഞയക്കുമ്പോൾ കർത്താവരോട് പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഞാൻ സകല അധികാരവും തന്ന് ഞാൻ നിങ്ങളെ വിടുന്നു. നിങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചു, നിങ്ങൾ സൗജന്യമായി കൊടുപ്പീൻ. ഇന്നത്തെ സുവിശേഷ മണ്ഡലം അങ്ങനെയാണോ? നിങ്ങൾ ശാന്തമായി ചിന്തിക്കുക. തന്നെത്താൻ തിരുത്തുക, തിരുത്തേണ്ടവർ തിരുത്തുക. എന്തെങ്കിലും തിരുത്താനുണ്ടോ? നിനക്ക് സൗജന്യമായി കിട്ടി, അത് നിങ്ങൾ സൗജന്യമായി കൊടുപ്പീനെന്ന് കർത്താവ് പറഞ്ഞു. ഉത്തമഗീതങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ അത് ശൂനേമി, ഒരു പാവപ്പെട്ട ഒരു നാട്ടുമ്പുറത്തുകാരി പെൺകുട്ടി, അവൾ സ്നേഹിക്കുന്ന ഒരു ഇടയനുണ്ട്. 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമുക്ക് വായിക്കാം. എൻ്റെ സഹോദരി, എൻ്റെ കാന്തേ, ഞാൻ എൻ്റെ തോട്ടത്തിൽ വന്നിരിക്കുന്നു. ഞാൻ എൻ്റെ മൂറും സുഗന്ധവർഗവും പെറുക്കി, ഞാൻ എൻ്റെ തേൻകട്ട തേനോടുകൂടെ തിന്നും എൻ്റെ വീഞ്ഞ് പാലോടുകൂടെ കുടിച്ചുവിരിക്കുന്നു. സ്നേഹിതന്മാരെ തിന്നുവീൻ, പ്രിയരെ കുടിച്ച് മത്തരാകുവീൻ. സ്തോത്രം. ആ പെൺകുട്ടിയെ സ്നേഹിച്ച ഇടയൻ കർത്താവായ യേശു ക്രിസ്തുവാകുന്നു. സ്തോത്രം. ശലോമോൻ എഴുതിയ ഉത്തമഗീതം സഭയും ക്രിസ്തു തമ്മിലുള്ളതായ ബന്ധത്തെ കാണിക്കുന്നതാണ്. മണവാട്ടി സഭയെ വിളിക്കുകയാണ്, എൻ്റെ സഹോദരി, എൻ്റെ കാന്തേ, ഞാൻ എൻ്റെ തോട്ടത്തിൽ വന്നിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ കാണാൻ ഞാൻ വന്നിരിക്കുന്നു. ഇന്ന് നിങ്ങളുടെ അരികിലേക്ക് കർത്താവ് യേശു ഇറങ്ങി വന്നിരിക്കുന്നു. നിങ്ങളെ ഓരോരുത്തരെയും കാണുവാൻ കർത്താവ് വന്നിരിക്കുന്നു. നിങ്ങൾ എത്രമാത്രം ഹൃദയം ഒരുക്കിയിട്ടുണ്ട് എന്ന് കാണുവാൻ കർത്താവ് വന്നിരിക്കുന്നു. ഒരുക്കപ്പെട്ട നിലത്ത് വിരച്ചാൽ അത് 100 മേനി വിളയും. അത് അവരവർ ചെയ്യേണ്ടതാണ്. വചനം കേൾക്കുവാൻ വരുമ്പോൾ ഹൃദയത്തെ ഒരുക്കിക്കൊണ്ടുവരണം. അല്ലെങ്കിൽ അത് വഴിയരികിൽ വീണ വിത്ത് പോലെയാകും. വിത്ത് വിതയ്ക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. വിത്ത് ദൈവത്തിൻ്റെ വചനമാണ്. അവൻ തന്നെയാണ് വിത്ത് വിതയ്ക്കുന്നത്. എന്നാൽ ആ വിത്ത് വഴിയരികിൽ വീണാൽ നഷ്ടപ്പെട്ടു പോകും. അത് പാറസ്ഥലത്ത് വീണാൽ നഷ്ടപ്പെട്ടു പോകും. മുള്ളിനിടയിൽ വീണാലും നഷ്ടപ്പെട്ടു പോകും. ദൈവത്തിലെ നീ ഇപ്പോൾ ഏറെ അവസ്ഥയിലാണ്. നീ വഴിയരികെ പോലെയാണോ? ലോക മനുഷ്യൻ മുഴുവനും കയറി ഇറങ്ങി കല്ലുപോലെ തറഞ്ഞുപോയ ഹൃദയമാണ് നിനക്കുള്ളത്. അവിടേക്ക് വിത്ത് വീണാൽ അകത്തേക്ക് കിടക്കില്ല. അത് അവിടെ എങ്ങനെ കിടക്കും? അത് പറവകൾ വന്ന് കൊത്തിക്കൊണ്ടുപോകും. പ്രയോജനപ്പെടുകയില്ല. പാറസ്ഥലത്ത് വീണതോ കണ്ടാൽ ആത്മീകനാണെന്ന് തോന്നും, നല്ല മണ്ണുണ്ടോ എന്ന് തോന്നും. പക്ഷേ ഉഴുതപ്പോൾ പാറപ്പുറത്തേക്ക് തെറിച്ച് വീണതായ മണ്ണ് മാത്രമേ ഉള്ളൂ. അടിയിൽ പാറയാണ്. വെറും വേഷത്തിലുള്ളതായ ആത്മീയം മാത്രം, വെറും വേഷവിധാനങ്ങൾ മാത്രം, ഹൃദയത്തിലില്ല. അങ്ങനെയുള്ളവരുണ്ടോ? അവർ വചനം കേട്ടാലും പ്രയോജനപ്പെടുകയില്ല. വിത്ത് മുളച്ചു വരുമ്പോൾ കരിഞ്ഞു പോകും. വേരില്ലായകിയാൽ ഉണങ്ങിപ്പോകും. മറ്റൊന്ന് മുള്ളിനിടയിൽ വീണത്. ഇന്ന് അനേകം പേരും അങ്ങനെയുള്ളവരാണ്. ഈ ലോകത്തെ സ്നേഹിക്കുന്നു, ദൈവവും വേണം. ഈ ലോകത്തെ സ്നേഹിക്കണം, ദൈവത്തെയും വേണം. രണ്ടും കൂടെ നടക്കുകയില്ല ദൈവമക്കളെ. നിങ്ങൾക്ക് ദൈവത്തെയും മമ്മോനെയും കൂടെ സ്നേഹിപ്പാൻ സാധ്യമല്ല. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, 2 യജമാന്മാരെ സേവിപ്പാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. 2 പേരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾ ഒരുവനെ പകച്ച് മറ്റവനോട് പറ്റിച്ചേരും. ആരെ പൈക്കും? സ്തോത്രം. അരക്കാശിനും ഗതിയില്ലാത്തവൻ, പ്രസവിച്ചു വീഴാൻ ഇടയില്ലാത്തവൻ, 1 ഇഞ്ച് ഭൂമി പോലും സ്വന്തമായില്ലാത്തവൻ, പ്രിയപ്പെട്ടവരെ, അവരെ തഴയും. ഈ ലോകത്തിലെ സമൃദ്ധിയിലേക്ക് മനുഷ്യൻ പോകും. അതാണ് മനുഷ്യൻ്റെ പ്രകൃതം. ഇന്ന് അങ്ങനെയുള്ളവരാണ് ബഹുഭൂരിപക്ഷം പേരും. മുള്ളിനിടയിൽ വീഴുന്ന വിത്ത് വീഴും, അതവിടെ കിളിർക്കും, എന്നാൽ മുള്ളതിനെ ജരുക്കിക്കളയും. ഞങ്ങൾ എന്ത് തിന്നും, എന്ത് കുടിക്കും എന്ന് ജീവനായിക്കൊണ്ടും ഞങ്ങൾ എന്ത് ധരിക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടുന്നു. ലോകജാതികളെപ്പോലെ ഇന്ന് ക്രിസ്ത്യാനി ആയിപ്പോയിരിക്കുന്നു. 1 ഇഞ്ച് സ്ഥലത്തിന് വേണ്ടി കേസ് കൊടുക്കുന്നു. അല്പം രൂപയ്ക്ക് വേണ്ടി വ്യവഹാരങ്ങൾ നടത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവികമോ? ഇത് ആത്മീകമോ? സ്തോത്രം. ഈ ഭൂമിയിൽ നമുക്ക് എന്തെങ്കിലും സമ്പാദിക്കാനുണ്ടോ? എന്താണ് കർത്താവ് പറഞ്ഞത്? നീ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്നതിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. അവൻ നിനക്ക് വേണ്ടതെല്ലാം അറിയുന്നു. അവനത് നിനക്ക് തരും. അവനത് ഉറക്കത്തിൽ തരും. നിനക്ക് ശാന്തമായ ഉറക്കം തരും. നിനക്ക് വേണ്ടതെല്ലാം ദൈവം കരുതിക്കൊള്ളും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തോടും മോശയോടും പിറുപിറുത്ത മറുതലിച്ച ഇസ്രായേൽ ജനം അവിടെ പാളയങ്ങളിൽ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ പാളയത്തിന് ചുറ്റും മന്ന, ശക്തിമാന്മാരുടെ ഒപ്പം.
അവരധ്വാനിക്കാത്തത്, അവർ വിതയ്ക്കാത്തത്, അവർ കൊയ്യാത്തത്, അവരൊന്നും അധ്വാനിക്കാത്തതായ അപ്പം, സ്വർഗത്തിൽ ദൈവം കൊടുത്തതായ മന്ന. സ്തോത്രം. ഒന്ന് വിശ്വസിക്കാമോ പ്രിയപ്പെട്ടവരെ? നിനക്ക് വേണ്ടി ദൈവം എല്ലാം കരുതും. മരുഭൂമിയിൽ 40 വർഷക്കാലം ഇസ്രായേൽ ജനത്തെ മന്ന കൊടുത്ത് പോഷിപ്പിച്ച ദൈവം ഇന്ന് ജീവിക്കുന്നില്ലേ? ഒന്ന് വിശ്വസിക്കാമോ? എനിക്ക് വേണ്ടിയും എൻ്റെ മക്കൾക്ക് വേണ്ടിയും കരുതുവാൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കാമോ? ഇന്ന് വിശ്വാസമില്ലാതെ പോയിരിക്കുന്നു. മുള്ളിനിടയിലായി പോകുന്നു വിത്തുകൾ. എന്നാൽ നല്ല നിലത്ത് വീഴുന്ന വിത്ത് മുളച്ചു വരും. ഇടയച്ചിറക്കനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ സഭയാകുന്ന ശൂലേമിയോട് പറയുകയാണ്, എൻ്റെ സഹോദരി, എൻ്റെ കാന്തേ, ഞാൻ എൻ്റെ തോട്ടത്തിൽ വന്നിരിക്കുന്നു. സ്തോത്രം. ഞാൻ നട്ടു വളർത്തിയ തോട്ടത്തിൽ ഞാൻ ആകർഷിച്ച് കൂട്ടിക്കൊണ്ടുവന്ന എൻ്റെ ജനത്തിൻ്റെ മരത്തിലേക്ക് ഞാൻ വന്നിരിക്കുന്നു. ഞാൻ എൻ്റെ മൂറും സുഗന്ധവർഗവും പെറുക്കി ഞാൻ എൻ്റെ തേൻകട്ട തേനോടുകൂടെ തിന്നും എൻ്റെ വീഞ്ഞ പാലോടുകൂടെ കുടിച്ചു വിരിക്കുന്നു. സ്തോത്രം. അവനെല്ലാം സമൃദ്ധിയായിട്ടുണ്ട്. അവനിലേക്ക് നിങ്ങൾ നോക്കുക. ആ ഇടയച്ചിറക്കലിലേക്ക് നോക്കുക. കർത്താവായ യേശുക്രിസ്തുവിലേക്ക് നോക്കുക. സ്തോത്രം. അവൻ എന്താണ് പറയുന്നത്? സ്നേഹിതന്മാരെ തിന്നുവീൻ, പ്രിയരെ കുടിച്ച് മത്തരാകുവീൻ. സ്തോത്രം. അവൻ നിങ്ങൾക്ക് തേൻകട്ട വെച്ച് കിട്ടുകയാണ് തിന്നാൻ. അവൻ പാലും വീഞ്ഞ് നിങ്ങൾക്ക് തരികയാണ് കുടിക്കാൻ. കുടിച്ച് മത്തരാകുവെന്നാണ് പറയുന്നത്. അത് സ്നേഹത്താൽ ഇഴുകിച്ചേരുന്ന ജീവിതമാണ് പ്രിയപ്പെട്ടവരെ. ഈ ലോകത്തിൽ വേർപെടുത്താൻ കഴിയാത്തതായ അഗാധമായ സ്നേഹം ഹൃദയത്തിലേക്ക് വരികയാണ്. അത് ആത്മാവിൻ്റെ പ്രക്രിയയാണ്. നിങ്ങൾ സത്യമായും ഗ്രഹിച്ചുകൊള്ളുക. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിച്ചാൽ നഷ്ടപ്പെട്ടതെല്ലാം അവൻ തിരികെ തരും. ഈ പരിശുദ്ധാത്മാവൻ്റെ ഈ ഹൃദയത്തിൽ വന്ന് വസിച്ചാൽ ഞാനവനെ ക്രൂശിക്കാതിരുന്നാൽ മതി, ഞാനവനെ ഞെരുക്കാതിരുന്നാൽ മതി, ഞാനവനെ വേദനിപ്പിക്കാതെ ഇരുന്നാൽ മതി, അവരെല്ലാം തരും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവർ? ദൈവവചനം അനുസരിക്കാഞ്ഞതുകൊണ്ട് ആദ്യ മനുഷ്യർ ദൈവം കൊടുത്ത നന്മകളെല്ലാം നഷ്ടപ്പെടുത്തി. ദൈവത്തിൻ്റെ സ്വരൂപവും ദൈവത്തിൻ്റെ സാദൃശ്യവും ദൈവത്തിൻ്റെ തേജസ് മനുഷ്യൻ നഷ്ടപ്പെടുത്തി. എന്നാൽ അത് നിനക്ക് തിരികെ തരേണ്ടത് പരിശുദ്ധാത്മാവാൻ ദൈവമാണ്. ആ പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ ഹൃദയത്തിലില്ലാതെ നിനക്ക് എങ്ങനെ ഇത് കിട്ടും? അത് വീണ്ടും പ്രാപിക്കുന്നവർക്ക് മാത്രമാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ പറന്നുയരാൻ കഴിയുക. അവർ മാത്രമാണ് ക്രിസ്തു എന്ന നിർമ്മല പുരുഷൻ്റെ മണവാട്ടിയാകുക. ഈ സത്യം നിങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ടോ? ഈ ആത്മാവിനെ നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ടോ? ആത്മാവിനെ പ്രാപിച്ച ഒരു വ്യക്തി, ആത്മാവ് നിയന്ത്രിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് പാപം ചെയ്യാൻ കഴിയുമോ? പാപം ചെയ്യാൻ കഴിയുകയില്ല. വളരെ വ്യക്തമാണ്. വേദോസ്തം കൃത്യമാണ്. നിങ്ങൾ എവിടെ വേണമെങ്കിലും എടുത്ത് നോക്കിക്കോ. എത്രയോ സ്ഥലങ്ങൾ എഴുതിയിരിക്കുന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് വിനയപ്പെടാം. നമുക്ക് ദൈവത്തിൽ നിന്ന് താഴാം. നീ വന്ന് വാങ്ങി തിന്നുവീൻ, നീ തേൻകട്ട വാങ്ങി തിന്നുവീൻ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം തേൻകട്ടയേക്കാൾ മധുരമാണ്. ഇത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? നിങ്ങൾ മുട്ടന്മേലെന്ന് വായിക്കണമെന്ന് ഞാൻ പറയും. നിങ്ങൾ മുട്ടന്മേലെന്ന് വായിച്ചാൽ നിങ്ങളെ എൻ്റെ കർത്താവ് തേരിൽ കൊണ്ടുനടക്കും. ഫിലിപ്പോസിയായ ആത്മാവ് എടുത്തുകൊണ്ടുപോയതുപോലെ നിങ്ങളെ തേരിൽ കൊണ്ടു നടക്കും. അത്ഭുതങ്ങൾ കണ്ടാൽ പിന്നെ നിങ്ങൾ അടങ്ങിയിരിക്കുകയില്ല. സ്നേഹത്താൽ നിങ്ങൾ നിറയും. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ആ സ്നേഹത്തിൽ തന്നെ വേർതിരിക്കാൻ ഒരുത്തർക്കും സാധ്യമല്ല, ഒരു ശക്തിക്കും സാധ്യമല്ല. ഞാൻ വിശദീകരിക്കാൻ സമയം എടുക്കുന്നില്ല. ഈ സ്നേഹത്താൽ നിങ്ങൾ നിറഞ്ഞുവോ? ഈ തേൻകട്ട നിങ്ങൾ തിന്നുവോ? കർത്താവായ യേശു നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചേക്കനായ തേൻകട്ട. സ്നേഹിതന്മാരെ തിന്നുവീൻ, പ്രിയരെ കുടിച്ച് മത്തരാകുവീൻ, ഈ ആത്മാവിനെ പാനം ചെയ്യുവീൻ. ദാഹിക്കുന്നവനെല്ലാം എൻ്റെ ഇടയ്ക്കൽ ഒന്ന് കുടിക്കട്ടെ. ഈ ആത്മാവിനെ നീ പ്രാപിച്ചാൽ നിമത്ത് പിടിച്ചതുപോലെയാകും, സ്നേഹത്താൽ നിറഞ്ഞവനെ പോലെയാകും. അതാണ് ശൂലേമി അറിയുന്നത്. രാജാവായ ശലോമോൻ അവൻ്റെ മണവാട്ടിയാകുവാൻ ഈ ശൂലേമിയെ വിളിക്കുമ്പോൾ അവനാണ് പറയുന്നത്, ഇല്ലില്ല, സാധ്യമല്ല. എൻ്റെ ഹൃദയം ഞാൻ വേറൊരു കൊടുത്തുപോയി. ആരൊക്കെ? ഒരു ഇടയച്ചിറക്കന് കൊടുത്തുപോയി. സ്തോത്രം. ആരെല്ലാം ഈ തലമുറയിൽ പറയും? കോടാനുകോടികൾ കണ്ടാലും, എന്തെല്ലാം സൗന്ദര്യം കണ്ടാലും, ഈ ലോകത്തിലെ എന്തെല്ലാം പദവികൾ കണ്ടാലും, ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുപോയി. ആ സ്നേഹത്താൽ ഞാൻ നിറഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഞാൻ മത്തുപിടിച്ചിരിക്കുന്നു. ആ സ്നേഹം ആർക്കെല്ലാം ഉണ്ട്? അവരെ നിലനിൽക്കുകയുള്ളൂ. അവരെയാണ് പരിശുദ്ധാത്മാവാൻ ദൈവം നഷ്ടപ്പെട്ടു പോയ തേജസ്സിലേക്ക്, നഷ്ടപ്പെട്ടു പോയ സാദൃശ്യത്തിലേക്ക്, സ്വരൂപത്തിലേക്ക് കൊണ്ടുവരുന്നത്. പ്രിയപ്പെട്ടവരെ, അവർ മാത്രമേ കർത്താവ് രണ്ടാമത്തെ വരവിൽ കർത്താവിൻ്റെ ഗംഭീരനാദം കേൾക്കൂ. അങ്ങനെ മരിച്ചവർ മാത്രമേ ഉയർക്കൂ. ജീവനോടെ ഇരിക്കുന്നവരിൽ
ഇതാ അവൻ്റെ സാദൃശ്യവും അവൻ്റെ സ്വരൂപവും അവൻ്റെ തേജസ്സും ആത്മാവ് കൊടുത്ത് ആരെയൊക്കെ ഒരുക്കി നിർത്തിയിരിക്കുന്നുവോ അവർ മാത്രമേ രൂപാന്തരപ്പെടൂ. അല്ലാത്തവരെല്ലാം ഈ ഭൂമിയിലായിപ്പോവും. യാതൊരു സംശയവുമില്ല. ഞങ്ങൾ രണ്ടാമത്തെ വരവിന് നോക്കി പറക്കുമെന്ന് വെറുതെ നാവ് കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. തത്ത പറയുന്ന പോലെ പറയരുത്. പ്രിയപ്പെട്ടവർ, നമുക്കിവിടെ ഹൃദയങ്ങളെ ഒരുക്കണം. എൻ്റെ സ്നേഹിതന്മാരെ തിന്നുവീൻ, പ്രിയരെ കുടിച്ച് മത്തരാകുവീൻ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കാർക്കെല്ലാം ആ സ്നേഹത്താൽ നിറയണമെന്ന് ആഗ്രഹമുണ്ട്. അതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നുണ്ട്. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഞങ്ങളുടെ വെള്ളം ഞങ്ങൾ വിലയ്ക്ക് വാങ്ങി കുടിക്കുന്നു, ഞങ്ങളുടെ വിറക് ഞങ്ങൾ വില കൊടുത്ത് മേടിക്കുന്നു. ഞങ്ങളുടെ വെള്ളം ഞങ്ങൾ ഇന്ന് വിലയ്ക്ക് വാങ്ങി കുടിക്കുന്നു. പ്രിയപ്പെട്ടവർ, അന്യരെ പോലെ ഞങ്ങളുടെ വെള്ളം ഞങ്ങൾ വില കൊടുത്ത് വാങ്ങിക്കുന്നു. സ്തോത്രം. തീർന്നില്ല, ഞങ്ങളുടെ വിറക് ഞങ്ങൾ വില കൊടുത്ത് മേടിക്കുന്നു. ഒരുപാട് വിശദീകരിക്കാനുണ്ട്. നിങ്ങൾക്ക് ശാന്തമായി ചിന്തിക്കാം. സകല അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുണ്ട്. ദാഹിക്കുന്നതെല്ലാം എൻ്റെ അരിക്കലൊന്ന് കുടിക്കട്ടെ എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാക്കുകൾ വിശ്വസിച്ച് അവൻ്റെ അരിക്കിലേക്ക് നിർമ്മല ഹൃദയത്തോടെ ഇപ്പോൾ ചെല്ലാൻ ആരെല്ലാമുണ്ട്? ദാഹത്തോടെ ചെല്ലാൻ ആരെല്ലാമുണ്ട്? ഇന്ന് വെള്ളം വിലയ്ക്ക് വാങ്ങി കുടിക്കുന്നു. ദാഹമുണ്ട്, വെള്ളം കിട്ടാനില്ല. ഞങ്ങളുടെ വെള്ളം തന്നെയാണ്, പക്ഷേ ഞങ്ങളത് വില കൊടുത്ത് മേടിക്കേണ്ടി വരുന്നു. സ്തോത്രം. ഒത്തിരി വിശദീകരിക്കാനുണ്ട്. ദൈവജനമേ, ദൈവത്തിൻ്റെ ജനമേ, ദൈവം സൃഷ്ടിച്ച ജനമേ, ഇനി നിങ്ങൾ തെണ്ടി നടക്കുകയാണോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ദാനമായി തരാമെന്ന് കർത്താവ് പറയുന്നു. ഞങ്ങളുടെ വിറക് ഞങ്ങൾ വില കൊടുത്ത് മേടിക്കുന്നു. നമുക്ക് ശാന്തമായി നമ്മെ തന്നെ താഴ്ത്താം. കർത്താവേ, ഞാൻ ഏറ്റവും കഷ്ടതയിലായിരിക്കുന്നു, ഞാൻ ഏറ്റവും വരഞ്ഞിരിക്കുന്നു. നമുക്കതിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കാം. എൻ്റെ അവസ്ഥയിൽ എന്നോട് മനസ്സരിയണമേ. കർത്താവേ, വചനം കേൾക്കുന്ന അടിയങ്ങളോട് ഇവിടുന്ന് കരുണ കാണിക്കണമേ. ഇപ്പോൾ ഇവിടുത്തെ മുറിഞ്ഞ കരങ്ങൾ ഞങ്ങളുടെ മേൽ വെക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം കഴുകി തരണമേ. പുതിയ സൃഷ്ടിയാക്കി ഞങ്ങളെ തീർക്കണമേ. എൻ്റെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ പകരണമേ. ആളാം പ്രതി അനുഗ്രഹിക്കണമേ. രണ്ടാമത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കണമേ. മാനവും മോഹത്തോടെ എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.